വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. 30 ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് പഠിക്കാൻ പോകുന്നത്. ഈ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ തന്നെ LGS നിലവാരത്തിലുള്ളത്, അതായത് 80 GKയും 20 മാത്സും അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കോൺഫിഡൻസ്, കുറെ കുട്ടികൾ കമന്റ് ബോക്സിൽ അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഈ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുകയും ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട് എന്നുള്ളത്, എന്തെങ്കിലുമൊക്കെ പഠിച്ചു എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത് അല്ലെ. ടീച്ചർ കൂടുതൽ സംസാരിച്ച് സമയം കളയണില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്താണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? അദ്ദേഹം 2ാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. അതായത് വട്ടമേശ സമ്മേളനങ്ങൾ 3 നടന്നു അല്ലെ. ആ 3 വട്ടമേശ സമ്മേളനത്തില് ഒരേ ഒരു വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. അത് 2ാമത്തെയാണ്. അടുത്ത് നോക്കൂ, ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്തെന്നുള്ളതായിരുന്നു. നിയമലംഘന പ്രസ്ഥാനം ആയിരുന്നു, ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു, കർഷക സമരമായിരുന്നു അല്ലെ. ഇതൊക്കെ ശരിയാണ്. ബർദോളി സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ, ഗാന്ധിജി അല്ലല്ലോ. അപ്പൊ അത് തെറ്റാണ് അല്ലെ. ഇനി അടുത്തത് 3ാമത്തെ ചോദ്യം എന്താണ്? റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരാണ്? റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? ഒന്ന് സത്യപാൽ മല്ലിക്, അടുത്ത ആൾ ആരാണ്? സെയ്ഫുദ്ദീൻ കിച്ചലു. സത്യപാൽ മല്ലിക്കും സെയ്ഫുദ്ദീൻ കിച്ചലുവുമാണ് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ എന്ന് ഓർത്തു വെക്കാട്ടോ. ഇനി അടുത്ത ചോദ്യം ഏതാണ്? അടുത്ത ചോദ്യം 4th വൺ ഏതാണ്? പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? പിൻതീയതി വെച്ച ചെക്ക് ഗാന്ധിജി ക്രിപ്സ് മിഷനെ പറഞ്ഞതാണ്. എന്ത്? പിൻതീയതി വെച്ച ചെക്ക് എന്ന് അല്ലെ. അപ്പൊ ഗാന്ധിജി ക്രിപ്സ് മിഷൻ, അതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപകാലത്ത് ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഡൽഹിയിൽ ആരാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്? ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ ഹോട്ട് ടോപ്പിക്സില്. ഇനി അടുത്ത് നോക്കൂ, ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? 7th വൺ. ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ആരാണ്? ദാക്ഷായണി വേലായുധൻ. താഴെ പറയുന്നവയിലെ മലയാളി വനിതകൾ ആരൊക്കെയാണ്? ആരാണ് മലയാളി വനിത? ദാക്ഷായണി വേലായുധനാണ് കേട്ടോ. ഇനി അടുത്തത് ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗമാണ് റെയിൽവേ. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്നു റെയിൽവേ. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ആരാണ്? PB സാവന്താണ്. വൈകുണ്ഠസ്വാമി, താഴെ പറയുന്നവയിൽ വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ് വൈകുണ്ഠസ്വാമിയുടെ രചന? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്രയോ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ് വൈകുണ്ഠസ്വാമിയുടെ രചനകൾ അല്ലെ. ഇതിനു മുമ്പ് ഏതാണ്? ആദി ഭാഷയാണ് വൈകുണ്ഠസ്വാമിയുടെ രചന കേട്ടോ. ആദി ഭാഷയാണ് വൈകുണ്ഠസ്വാമിയുടെ രചന. ഏതാണ് ആൻസർ? ആദി ഭാഷ കേട്ടോ. ഇനി അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ്? വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ്? അദ്ദേഹം തിരുവിതാംകൂറിലെ ദളവയായിരുന്നു, ശരിയാണ്. മെക്കാളയുമായി ശത്രുതയിലായിരുന്നു എന്നും ശരിയാണ്. മാത്യു തെരകനെ സംരക്ഷിച്ചു എന്നത് തെറ്റാണ്. അപ്പൊ ചേരാത്തത് ഏതാണ്? 2 മാത്രമാണ് ചേരാത്തത്. അത് മനസ്സിലാക്കാട്ടോ. ഇനി അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരം തിരിച്ചിരുന്നത് ഏത് പേരിലാണ്? ഏത് പേരിലാണ് തരം തിരിച്ചിരുന്നത്? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക. എങ്ങനെയാണ്? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക, അങ്ങനെയാണ് തരം തിരിച്ചിരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത ഏതാണ്? ഒന്ന്, ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ്. അടുത്തത്
മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താന്റെ തോൽവിയെ തുടർന്നാണ് കേട്ടോ. അത് രണ്ടുമാണ്. കാനിങ് പ്രഭുവിന്റെ തീരുമാനമല്ല, അത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാറിലാണ്. അടുത്തത്, 2022 ലോക കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ചത് ആരാണ്? ഖത്തർ ആയിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏതു വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥിതി മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഏത് സംവിധാനത്തിന് പകരമായിട്ടാണ് 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? എന്തിന് പകരമായിട്ടാണ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് പകരം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി ആരാണ്? പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്, അല്ലെങ്കിൽ PC മഹലനോബിസ് എന്ന് പറയും ട്ടോ. അടുത്തത്, ഇന്ത്യയുടെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമായത് ഹരിത വിപ്ലവത്തിലൂടെയാണ്. അടുത്തത്, 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്താണ്? ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ്. ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലമാണ്? ഇന്ത്യ അത് പഞ്ചവത്സര പദ്ധതി മാറിയല്ലോ, അപ്പൊ അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. 23ാമത്തത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഏതാണ്? 24ാമത്തെ ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത്തെ ഗവർണറായി 2016 സ്ഥാനമേറ്റത് ഊർജിത് R പട്ടേലാണ്. RBIയുടെ ഗവർണർ ഇപ്പോൾ 26ാമത്തെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പേര് സഞ്ജയ് മൽഹോത്ര എന്നാണ്. നിലവിൽ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. അദ്ദേഹം എത്രാമത്തെ ഗവർണറാണ്? 26ാമത്തെയാണ്. അടുത്ത ചോദ്യം, 25ാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥയ്ക്ക് വിളിക്കുന്ന പേര് എന്താണ്? ഗ്രീഷ്മകാലം എന്നാണ്. എന്താ വിളിക്കുക? ഗ്രീഷ്മകാലം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തിരിക്കാം? മലനാട്, ഇടനാട്, തീരപ്രദേശം, അങ്ങനെ 3ആയി തിരിക്കാം. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ഉയരമാണ്. ഉഷ്ണമേഖല വരണ്ട ഇലപൊടിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ്? മറയൂരാണ് ട്ടോ. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രത ഉള്ളത് എവിടെയാണ്? കേരളത്തിൽ ഇനിയിപ്പോ എന്താ പറയാ, മാറ്റം വരാൻ സാധ്യതയുണ്ട്. സെൻസസ് ഒക്കെ. നിലവിലെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ബാമർ എന്ന് പറയുന്ന സ്ഥലത്ത് ട്ടോ. ഉഷ്ണകാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും അധികം വിള വൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാട് ആണ് വിള വൈവിധ്യമുള്ളത്. അടുത്ത ചോദ്യം എന്താണ്? 32ാമത്തെ ചോദ്യമാണ്. 32ാമത്തെ ചോദ്യത്തില് കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാന്നാ ചോദിച്ചേക്കണേ. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി PG ആണ്. ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൊല്ലം ജില്ലയിലെ കല്ലടയാണ്. വലുത് കേട്ടോ. ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. ഏറ്റവും പഴയത് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് പറയാ? PG ആണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ്. കൂടുതൽ ജലസേചന പദ്ധതിയുള്ള നദി ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതപ്പുഴ പറയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ചുരം ആലട്ടി ചുരമാണ്. ഏതാണ്? ആലട്ടി ചുരമാണ്. പശ്ചിമഘട്ടത്തിൽ എത്ര ചുരണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്? പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16 ആണ്. ഓരോ ചുരങ്ങളെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ എന്താണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ചുരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ചുരത്തെയാണ്? ആലട്ടി ചുരത്തെയാണെന്നും കൂടി ഒന്ന് ഓർത്തു വെക്കൂ. ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏതു സംസ്ഥാനത്താണ് തുറന്നുകൊടുത്തത്? എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് തുറന്നുകൊടുത്തത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തെ വിളിക്കുന്നത് വാട്ടർ ഗർത്തം എന്നാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞത് ഏതാണ്? പാമ്പാറാണ്. കബനി, ഭവാനി, പാമ്പാർ ഏറ്റവും നീളം കൂടിയത് ഏതിനാണ്? കബനിക്കാണ് തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ഉയരത്തിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളെ നമ്മൾ സിറസ് മേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അടുത്തത്, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്?
ആരാണ്? PT ഉഷയാണ്. അടുത്ത ചോദ്യം, സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ എന്താണ്? കണ്ടൽ ചെടി ഏതാണ്? സുന്ദരി കണ്ടലാണ്. അടുത്തത്, കറുത്ത മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. ഇന്ത്യയിലെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? ഏതാണ്? സർവേ ഓഫ് ഇന്ത്യയാണ്. സർവേ ഓഫ് ഇന്ത്യ. ദേശീയ സരസമേളയ്ക്ക് കേരളത്തിൽ ആതിഥ്യമരുളിയ ആദ്യത്തെ ജില്ല ഏതാണ്? ഏതാണ്? കോട്ടയം ജില്ലയാണ്. അടുത്ത ചോദ്യം 44. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ഏതാണ്? പ്രസ്ഥാനം ഏതാണ്? ആര്യ സമാജമാണ്. അപ്പൊ ഇതില് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമൊക്കെ തോന്നാം. ഇതിൽ PSC ഫൈനൽ ആൻസർ കീ കൊടുത്തിരിക്കുന്നത് അനുസരിച്ചിട്ടാണ് ടീച്ചർ ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ PSCയുടെ ആൻസർ കീ അനുസരിച്ച് നമ്മൾ പഠിക്കണം, അല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല കേട്ടോ മക്കളെ. അടുത്ത് നോക്കിയേ, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങൾ മതേതരത്വവും സ്ഥിതി സമത്വവുമാണ്. അടുത്തത് എന്താണ്? മൈക്കലാഞ്ചലോയുടെ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം എന്താണ്? കരുണ എന്നാണ്. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജനയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? എന്താണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്? ഏതാണ്? അതായത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് രണ്ടുമാണ് ശരി ട്ടോ. ആദ്യത്തെ എയിൽ കണ്ട 2 ഓപ്ഷൻ ശരിയാണ് കേട്ടോ. ഇനി അടുത്തത് 49ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം ഏത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ, നമുക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേര് ഗ്യാനേഷ് കുമാർ എന്നാണ്. പുതിയത് പഠിക്കുക, ഗ്യാനേഷ് കുമാർ. ഇദ്ദേഹമാണ് ഇലക്ഷൻ കമ്മീഷണർ. കൂടാതെ 2 കമ്മീഷണർമാര് വേറെ ഉണ്ട്. ആരൊക്കെയാണ്? സുഖ്ബീർ സിംഗ് സന്ധു. അടുത്ത ആളാരാണ്? വിവേക് ജോഷി. ഇതിലത്തെ അല്ല ആൻസർ, വിവേക് ജോഷി. അപ്പൊ ഇവരാണ് 2 പേര്. ഇതിലുള്ളത് തെറ്റാണ്, മുമ്പത്തെ ആൾക്കാരാണ്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. 2 കമ്മീഷണർമാർ ആരൊക്കെയാണ്? സുഖ്ബീർ സിംഗ് സന്ധു, അതുപോലെ തന്നെ വിവേക് ജോഷി തുടങ്ങിയവരാണ്. ഇനി 50ാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേ 2022ന്റെ ആപ്തവാക്യം എന്താണ്? ഓരോ കുട്ടിയെയും ഉൾപ്പെടുത്തൽ എന്നുള്ളതാണ്. ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേയുടെ എന്താ പറയുന്നത്? 2025ലെ ആപ്തവാക്യം നമ്മളൊന്ന് പഠിക്കാം. എന്റെ ദിവസം. എന്താണ്? എന്റെ ദിവസം, എന്റെ അവകാശങ്ങൾ. എന്റെ ദിവസം, എന്റെ അവകാശങ്ങൾ എന്നതാണ്. ഇത് 2025ലെ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ഡേയുടെ ആപ്തവാക്യമാണ്. അടുത്തത് 2022 ഫിഫ വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഉപയോഗിച്ച ഫുട്ബോളിന് നൽകിയിട്ടുള്ള പേര് അൽ റിഹ്ല എന്നാണ്. എന്താണ്? അൽ റിഹ്ല എന്നാണ്. അടുത്ത ചോദ്യം എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ 34ാമത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ആരാണ്? ശ്യാം ശരൺ നേക്കിയാണ്. മനുഷ്യരിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? കോമ്പല്ല് എന്നാണ്. അടുത്ത ചോദ്യം, പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: 1, ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ എന്നതും, അടുത്ത പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു എന്നുള്ളതുമാണ്. അടുത്തത്, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിത്തിനമാണ്? പാവലിന്റെ വിത്തിനമാണ്.
വരയാടുകളെ സംരക്ഷിക്കുന്നത് എവിടെയാണ്? ഇരവികുളം ദേശീയ ഉദ്യാനത്തിലാണ്. ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഹരിത സസ്യങ്ങളാണ്. അടുത്തത് 2021 പരിസ്ഥിതി ദിന സന്ദേശം. 2021 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? 2021 ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ എന്നതായിരുന്നു. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്നത് ഏതിനെയാണ്? സാർസ് ശ്വാസകോശത്തെ ബാധിക്കുന്നു. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ പ്രകീർണനം എന്ന് വിളിക്കുന്നു. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ടോറിസെല്ലി ആണ്. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഏത് രാസവസ്തു നമ്മള് ഭക്ഷ്യവസ്തുക്കള് കേടാവാണ്ടിരിക്കാൻ സൂക്ഷിക്കുക? സോഡിയം ബെൻസോവേറ്റ്. ഏതാണ്? സോഡിയം ബെൻസോവേറ്റ് ആണ്. അടുത്ത ചോദ്യം എന്താണ്? സോഡാ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേരുന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര് എന്താണ്? കമ്പനം എന്നാണ്. രസതന്ത്രത്തിൽ 2020 നോബൽ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? 2020 ഇമാനുവൽ ഷാൻപിന്റിയ ട്ടോ. അടുത്തത് മ്യൂക്കോർ മൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ബ്ലാക്ക് ഫംഗസുമായി ബന്ധപ്പെട്ടതാണ്. COVID-19 അല്ലെ, അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള വാക്സിൻ ഏതാണ്? കോവാക്സിൻ ആണ്. എംഫിസിമ ബാധിക്കുന്നത് ഏതിനെയാണ്? എംഫിസിമ ബാധിക്കുന്നത് ഏത് എന്താ പറയുന്നത് ഭാഗത്തെയാണ്? ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ഘടകം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഏതാണ്? പ്രോട്ടീൻ ആണ്. ഈച്ച പരത്തുന്ന ഒരു രോഗത്തിന്റെ പേരാണ് കോളറ. ഈച്ച പരത്തുന്ന രോഗമാണ്. അടുത്ത ചോദ്യം എന്താണ്? ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ പേര് എന്താണ്? താലോലം പദ്ധതി എന്നാണ്. താലോലം ട്ടോ. അടുത്തത് ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥത്തിന് ഉദാഹരണമാണ് ചീര. 74 മന്ത് പരത്തുന്നത് കൊതുകാണ്. അടുത്തത് രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണു ഇതിനും പ്രവർത്തിക്കാനുള്ള അവസ്ഥ സംജാതമാക്കുന്ന രോഗമാണ് എയ്ഡ്സ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് ഒ ഗ്രൂപ്പിനെയാണ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര് മെഡിസെപ്പ് എന്നാണ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗത്തിന്റെ പേര് എന്താണ്? സ്കർവി എന്നാണ്. അടുത്തത് ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഏതാണ്? ടെലി ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്നത് ഏതാ? നമ്മുടെ ദിശയാണ് കേട്ടോ. ഈ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹ സാന്ത്വനം എന്നാണ്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻസ്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ എല്ലാവരും.